യാത്രക്കാർക്ക് അപകട ഭീഷണിയായി ദേശീയപാത 66 കോട്ടപ്പുറം പറവൂർ ഭാഗങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള കുഴികൾ ജനജീവിതം ദുരിതത്തിലാക്കുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിലെ കുഴികളിൽ വീഴുന്നത് നിത്യസംഭവമായിരിക്കുകയാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് യാത്രക്കാർ ദേശീയപാത 66 കോട്ടപ്പുറം പറവൂർ ഭാഗത്തെ റോഡുകളിൽ രൂപപ്പെട്ട കുഴികൾ ജനജീവിതം ദുസ്സഹമാക്കുന്നു. പല ഭാഗങ്ങളിലും രൂപപ്പെട്ടിട്ടുള്ള വലിയ ഗർത്തങ്ങൾ യാത്രക്കാർക്ക് അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ്. റോഡിന്റെ നില മോശമായതിനെ തുടർന്ന് പലവട്ടം യാത്രക്കാർ പരാതിപ്പെട്ടിട്ടും കാര്യമായ പരിഹാരം ലഭിച്ചില്ലെന്ന് പറയപ്പെടുന്നു. NH66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കുഴികൾ താൽക്കാലികമായി അടയ്ക്കുന്നുണ്ടെങ്കിലും കുറച്ച് ദിവസങ്ങൾക്കകം വീണ്ടും കുഴികൾ രൂപപ്പെടുകയാണ്. ഇവിടെ ഈ കുഴി ഉണ്ടാകുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവർ ഈ കുഴി ഉണ്ടായി ഒരു ചെറിയ കുഴിയായിരുന്നു. ഈ ചെറിയ കുഴിയിൽ നിന്ന് ഒരു ചാക്കില് ടാറ് വിളയിച്ചത് കൊടുത്തിട്ട് റോളർ ഓടിക്കാണ്ട മറ്റേ ഇതൊന്നും ചെയ്യാണ്ട് ഇട്ടുകൊണ്ടാണ് പോകും. അത് ഇവിടുത്തെ അടച്ചു പോയി മൂത്തുനിന്ന് എത്രയൊക്കെ മുമ്പ് ഒരു ടോർസ കണ്ടെയ്നറ വലിയ ഭാരപ്പെട്ട വാഹനങ്ങൾ ഏറിയപ്പോൾ അവരുടെ പുറകെ അതാടും. അവർ തിരിച്ചു വന്ന ഈ സാധനം ഇവിടെ ഉണ്ടാവില്ല. വീണ്ടും ആ കുഴി അത് തന്നെയാണ്. ഇത് ഒരു പ്രാവശ്യം കൊല്ലങ്ങളെ 1.5 കൊല്ലത്തിന് മേലെ കഴിഞ്ഞ വർഷത്തിൽ ഈ ചായച്ചേട്ടന്റെ ചെരുപ്പടയിലേക്ക് വെള്ളം കയറും. ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാകും നിത്യസംഭവമായിരിക്കും. ഈ ഭാഗങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ശനിയാഴ്ച തുരുത്തിപ്പുറത്ത് ഒരു ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. ഞങ്ങൾ ഇവിടെ ഓട്ടോറിക്ഷക്കാർക്ക് വീണ ആൾക്കാർ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ നേരമുള്ളൂ. ഇന്ന് നേരം വെളുത്തിപ്പോ ഒരു അമ്മയും മോള് കൂടി വീണിട്ട് അമ്മനെ ഭാഗ്യത്തിന്റെ ഓർത്താണ് നമ്മുടെ അടുത്ത് വണ്ടി കയറാഞ്ഞത്. അമ്മ കഷ്ടിച്ച ജസ്റ്റ് കാറാണ് മാസമായി പോയി മാത്രമേ ഉള്ളൂ. കുഴികൾ താൽക്കാലികമായി അടക്കുന്ന നടപടികൾക്ക് പകരം സ്ഥിര പരിഹാരമാണ് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. ആരോടാണ് ഇത് പറയേണ്ടത്? ഈ ഒരു മുനിസിപ്പാലിറ്റി കോട്ടപ്പുറം പാലത്തിന്റെ ഇറക്കുവരെയും ഒരു ആശുപത്രി കേസ് എന്തെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആശുപത്രി കേസ് കൊണ്ടായി. കഴിഞ്ഞ ദിവസം മുതൽ ഒരു നടുവേനും ഇതായിട്ട് ചേച്ചിനെ മേടിക്കാറില്ല എത്തിയപ്പോഴേക്കും ഇതുവരെ ഈ കുഴിയിലെ തന്നെ വീണ്ടും കൊണ്ടുപോയിട്ട് ആ ചേച്ചിയുടെ നടുവ് കോട്ടപ്പുറം പാലത്തിന്റെ ചാട്ടം ചാടിയപ്പോഴും വീണ്ടും കംപ്ലൈന്റ് ആയി. ഇവിടുത്തെ ചാട്ടത്തിന് വലിയ കോട്ടപ്പുറം പാലത്തിന്റെ മുകളിൽ ഇത് ആരോടാണ് ഞങ്ങൾ പറയേണ്ടത്? എന്താണ് ഇതിന്റെ അവസ്ഥ? എന്താണ്? ന്യൂസ് ബ്യൂറോ, പറവൂർ. അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഷോറൂം. വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ 5000-ൽ പരം മോഡലുകൾ, റേബാൻ, കൊഡാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ. മംഗലത്ത് ഒപ്റ്റിക്കൽ ഹൗസ്. ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ, അനുഭവം അതാണ് സത്യം.